മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. അളിയ അധികമൊന്നും വേണ്ട, ഒരു 200 രൂപ മതി. ഓ, ഞാൻ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു തരാം. ഇപ്പം കുറച്ച് ടൈറ്റ് ആയിട്ടാണ്. ആ, ഓ 200 രൂപ മതി. ഉണ്ടാ ഈ പൈസ ഇല്ലേ പിന്നെ എന്തിനു ചോദിക്കണം? എന്തിനാ നീ വെച്ചിട്ട് പോയേ? ഓരോരുത്തന്മാരുണ്ട്, പൈസയും കാണൂല. എന്തിനാ പൈസ? എവിടെ പോവാ ഞാൻ? അളിയ എടാ, നീ ഒരു കാര്യം ചെയ്യേ, പറഞ്ഞ ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തോ? ആ, ഞാനും ഉണ്ട്. പൈസ ഞാൻ ഈ 2 ദിവസം കഴിയുമ്പോൾ തരാം. എടാ, 2 ദിവസം കഴിയുമ്പോൾ തരാണോ പൈസ? അല്ലെങ്കിൽ ഒന്നില്ല, ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ വിളിക്കാം. ഇല്ല ബുക്ക് ചെയ്തോ. ഓ ഇല്ലേ, പട്ടത്തിന് പോകുന്ന വെച്ചാൽ പൈസ ഇത് കഷ്ടമൊന്നും എടുത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഇല്ല, മറ്റവൻ്റെ ഇല്ല. അമ്മായി, ഗൗരി അമ്മായി, ഓടി അയ്യോ അമ്മായി. എന്താടാ കിടന്ന് കാറിന്? എന്റെ പൊന്നമ്മായി, അമ്മായി വിചാരിച്ചാലേ എന്നെ ഈ കടമ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. എന്ത് കടമ്പ? അല്ല, അമ്മായി വിചാരിച്ചാ പറ്റും. എന്ത് കാര്യം എന്ന് പറ. അല്ല, അമ്മായി തരുമല്ലോ അല്ലേ? എന്തോ തരുമെന്ന്? ഒരു ടിക്കറ്റ് എടുത്ത് തന്നാ മതി. എന്ത് ടിക്കറ്റ്? സിനിമ ടിക്കറ്റ്. സിനിമ ടിക്കറ്റാ? ഓ എടാ, ഇന്നലെ അല്ലേടാ നീ സിനിമയ്ക്ക് പോയത്? അയ്യോ, അത് വേറെ പടം, ഇത് വേറെ പടം. നിന്റെ എന്തോ സിനിമ തിയേറ്ററില്ല പ്രസവിച്ചിട്ട്? അമ്മായി എവിടുന്ന് ഏനാ എന്ത് ടിക്കറ്റ് എടുത്ത് തരൂ? നടക്കൂല അമ്മായി, എന്റെ സിലബസിലുള്ളതാണ് ഈ ഫിലിം സ്റ്റഡീസ്. അപ്പൊ എനിക്ക് പടം കാണണ്ടേ? അതിന് തിയേറ്ററിൽ നടക്കുന്ന എല്ലാ പടവും കാണണോ? ഇപ്പൊ അമ്മായി എന്നെ സഹായിക്കാൻ പറ്റൂലേ? പറ്റൂല. എനിക്കിത് വേണം, ഞാനിങ്ങനെ തന്നെ കേൾക്കണം. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഇങ്ങനെ തന്നെ കേൾക്കേണ്ടി വരും. എടാ, ഒരു മാസം ഈ വീട്ടിൽ എന്ത് ചെലവാണെന്ന് അറിയോ? എന്തൊരു ചെലവ്? എന്തോന്ന് ചെലവെന്നാ? എടാ, ചോദിക്കുമ്പോ 100, 200 എടുത്ത് തരാനേ ഇവിടെ പണം കഴിക്കണ മരമൊന്നും ഇല്ല. എന്തുമാത്രം ചെലവാണ് ഒരു മാസം ഈ വീട്ടില്? ഇവൻ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നേ? അമ്മ, ഇവന്റെ ചോദ്യം കേട്ടാലേ നമ്മൾ ഞെട്ടും. ഒരു മാസം ഇവിടെ എന്താണ് ചെലവെന്ന്. അതെ, ഒരു മാസം ഇവിടെ എന്താണ് ചെലവ്? ഇല്ല, ഇവിടെ ഒരു ചെലവും ഇല്ല. പിന്നെ ഇവിടെ മേടിക്കുന്ന സാധനങ്ങളൊക്കെ ആകാശത്തുനിന്ന് വായുന്നൊക്കെ പൊട്ടി വീഴുന്നയാ. അമ്മമ്മയുടെ കൊങ്കയാര് പിടിച്ച് അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ എന്തിനാ കിടന്ന് വിളിച്ചു പോകുന്നതെന്ന് പറ. എന്റെ അമ്മൂമ്മ ഈ മേടിക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാ വീട്ടിലും മേടിക്കുന്ന തന്നെ ഈ വീട്ടിൽ മാത്രം മേടിക്കുന്നതാണോ? ഈ വീട്ടിൽ അങ്ങനെ സെപ്പറേറ്റ് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ പറ. ഡേ കേസു, എന്നടാ കേസു ഇപ്പടി എല്ലാം പേசுற? ഞാൻ ഒന്നും പറയണില്ലയോ അമ്മൂമ്മ. ഒരു 200 രൂപ തരൂ, ജസ്റ്റ് 200 bucks. നിനക്ക് എന്തിനാ പൈസ? സിനിമ കാണാൻ. നീ ഇന്നലെ സിനിമയ്ക്ക് പോയതല്ലേ, നീ എന്തിനാ ഇന്നും പോണേ? ഇന്നലെ റിലീസായ പടത്തിന് ഇന്നലെ പോയി, ഇന്ന് റിലീസാവണ പടത്തിന് ഇന്ന് പോണ്. ഫിലിം സ്റ്റഡീസ്. അമ്മൂമ്മ ഒരു 200 രൂപ താമ. ഇല്ല അമ്മൂമ്മ, നീ എന്തോന്ന് സിനിമ ഭ്രാന്തനാ? ആടി സിനിമ ഭ്രാന്തൻ തന്നെ. ഇപ്പൊ നിനക്കെന്താ പ്രശ്നം? അങ്ങനെ ഒരു ഭ്രാന്തുണ്ടെങ്കിൽ കൈ വെച്ചിരുന്നാ മതി. ഈ വീട്ടിൽ നിന്ന് ഒരൊറ്റ മനുഷ്യന് 5ന്റെ പൈസ കൊടുത്തു പോയില്ല. എന്റെ കൂടെ 5ന്റെ പൈസ അല്ലെങ്കിലും ഇല്ല. എന്റെ കയ്യിൽ ഒട്ടും ഇല്ല. ഇനി അടുത്ത മാസം ആവണം എന്തെങ്കിലും കിട്ടണമെങ്കിൽ. ഒരു 200 രൂപ എനിക്ക് തരാൻ ഇവിടെ ആരുടെയും കയ്യില്ല. കയ്യിലില്ലാഞ്ഞ മാത്രമല്ല, ഈ വീട്ടിലെ ചെലവിനെ പറ്റി നിനക്കും കുറച്ച് ബോധമൊക്കെ വേണം. പിന്നെ ഭയങ്കര ചെലവാണല്ലേ ഏച്ചി പൊടി. എടാ, എന്താണ് നീ ഇങ്ങനെ ഡയലോഗ് അടിച്ചോണ്ടിരിക്കണ? ഇപ്പൊ എനിക്കറിയാമെങ്കിൽ ഈ വീട്ടിലെ ചെലവൊക്കെ അങ്ങ് മാഞ്ഞു പോവോ? എനിക്ക് 200 കിട്ടിയാ മതിയാവോ? ഉണ്ടോ? ഇല്ല. ഡേ കേസു, യാര് പടംടാ? ദളപതി പടം. பார்த்துட்டு வந்துட்டு எனக்கு கதை சொல்லி தரியா? ഉറപ്പായിട്ടും പറയാം. அப்படின்னா என்கிட்ட 200 ரூபாய் இருக்கு. വേണ്ട, കൊടുത്താലേ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. മേടിച്ചാലേ നിന്റെ കയ്യിലെ കെണ്ട ഞാൻ അടിച്ചു പിടിക്കും. പറ്റില്ല. അപ്പോ ആരും തരില്ല. ഇല്ല. തരുന്നവരെ വിട്ട് തരാൻ സമ്മതിക്കത്തുമില്ല. ഇല്ല. പിന്നെ ഞാൻ പോണില്ല. വേണ്ട. ഒരു സിനിമ കാണാൻ സമ്മതിക്കാത്ത കൂട്ടങ്ങൾ. പോയി പുസ്തകം എടുത്ത് പഠിക്കടാ. സിനിമ കാണാൻ നടക്കുന്നു. ശരി, പുസ്തകം എടുത്തു വെച്ചു പഠിക്കേ. അമ്മ പാവം അമ്മ, കൊടുക്കലാമായിരുന്നത് പൈസ. വേണ്ട, അങ്ങനെ കൊടുത്താലേ വഷളാവും. അങ്ങനെ എപ്പോഴും ഒന്നും കൊടുക്കണ്ട.
ഓ അതായിരുന്നു ഉദ്ദേശിച്ചത്. എന്റെ പൊന്നു. ഇത് വായിച്ചിട്ട് അസൈൻമെന്റ് എഴുതാനാണെങ്കിൽ ഒരു 3 റൗണ്ടെങ്കിലും വായിക്കേണ്ടി വരും. ഓ ഞാൻ ഇറങ്ങാം. ഓ എവിടെ പോണ്? എന്റെ കൊച്ചിനെ കാണാൻ പോകുന്നു. കൊറേ ദിവസമായില്ലേ കണ്ടിട്ട്. ആഹാ, അപ്പൊ ചേച്ചി അവിടെ ആരും മറന്നില്ലായിരുന്നാ? ഞാൻ വിചാരിച്ചു എന്നെ കല്ലിന്റെ ആരും മറന്നു കാണും. നിനക്ക് വേറെ പണിയൊന്നുമില്ല ഇവിടെ? കണ്ടിട്ട് എന്ത് തോന്നുന്നു ചേച്ചി? വായിച്ചോണ്ടിരിക്കല്ലായിരുന്നാ? അസൈൻമെന്റ് എഴുതണം. ഇതിപ്പം ബുക്ക് വായിച്ച് എന്റെ ജീവിതം തീരത്തുള്ളൂ. ഇഷ്ടപ്പെട്ടെടുത്ത സബ്ജക്റ്റ് അല്ലേ, കഷ്ടപ്പെട്ട് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. അല്ല ചേച്ചി പോയിട്ട് അപ്പൊ തിരിച്ചു വരും? അത് ഡിപ്പെൻസ്. എന്റെ കൊച്ചിന്റെയും എന്റെ അമ്മായിയമ്മയുടെ മൂടൊക്കെ അനുസരിച്ചിരിക്കും. ആണാ? അങ്ങനെയാണെങ്കിൽ ചേച്ചി പറഞ്ഞു പറഞ്ഞാൽ നിന്ന് വൈകിട്ട് തന്നെ തിരിച്ചു വരും നാണ് അല്ലേ? ചിലപ്പോ വരാതിരിക്കാം. ശരി പോയിട്ട് വാ. ചെല്ല്. പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ ചേച്ചി? ഇത് പാരുടെ വീടാ? നമ്മുടെ വീട് ആണല്ലോ. ഓ പക്ഷെ ഇവിടുത്തെ ചെലവും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാ? ചേച്ചി. എടാ എന്നെക്കാലം നോക്കുന്നത് അമ്മായിയും അമ്മമ്മയും അല്ലേ? അതെ, നിങ്ങൾ 3 പേരുണ്ടല്ലോ നോക്കുന്നത്. പക്ഷെ എന്നെക്കാലം കൂടുതൽ നോക്കുന്നത് അവരല്ലേ? അവരെന്നെ സമ്മതിക്കാറില്ലല്ലോ നോക്കാൻ. ശരി, അവര് നോക്കുന്നത് നല്ല കാര്യമല്ലേ? ഇപ്പൊ അതിനെന്താണ് പ്രശ്നം? എടാ നല്ല കാര്യമൊക്കെയാണ്, പക്ഷെ അത് മോശം പരിപാടിയല്ലേ? ഓ അവരെ കൊണ്ട് നോക്കണല്ലേ? എടാ മണ്ട, അതല്ലടാ. പിന്നെ ഈ വീട്ടിലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ മേടിക്കുന്നത് ഇപ്പൊ അമ്മായിയും അമ്മൂമ്മയാണല്ലോ. എന്തോരം കാശ് അവര് നമുക്ക് വേണ്ടി ചെലവാക്കണത്. അത് ചേച്ചി പറഞ്ഞ ഒരു കാര്യമാണ്. ഞാനും അത് ആലോചിക്കാതില്ല. അല്ല ചേച്ചി എന്ത് നീയേ ഇതൊരു 10,000 രൂപയുണ്ട്. ചേച്ചി വേണ്ടായിരുന്നു. സാറിന് ചെലവാക്കാൻ തന്നതല്ല. എടാ ഞാൻ എന്തായാലും പോയിട്ട് ഇനി ഇപ്പൊ 5-6 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അതുവരെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ഈ വീട്ടിലാണെങ്കിൽ ഒരു വകയില്ല, എല്ലാ സാധനങ്ങളും ആദ്യം തൊട്ട് മേടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാശാണിത്. അമ്മൂമ്മേനെയും കൊണ്ടും അമ്മായിനെയും കൊണ്ടും 5ന്റെ പൈസ ചെലവാക്കിപ്പിക്കരുത്. അല്ല വീട്ടിലെ കാര്യം നോക്കണത് വലിയ റിസ്ക് പിടിച്ച കേസൊന്നും അല്ല. പക്ഷെ കുഴപ്പമില്ല, ചേച്ചി നോക്കിയാൽ മതി. ഞാൻ നോക്കാനാ? എടാ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാല് നീ അല്ലേ ഇവിടുത്തെ ഗൃഹനാഥൻ? അല്ല ചേച്ചിയാണല്ലോ ഇവിടുത്തെ ഗൃഹനാഥ. ആ ചേച്ചി ഇവിടുത്തെ ഗൃഹനാഥ, അനിയൻ ഇവിടുത്തെ ഗൃഹനാഥൻ. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് മോൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും. സംഭവം സിമ്പിൾ പരിപാടിയാണ്, കുഴപ്പമൊന്നുമില്ല. അനാവശ്യമായി പൈസ എങ്ങാനും ചെലവാക്കുന്നതിനൊക്കെ കണക്ക് വേണം. ഞാൻ വരുമ്പോ ചോദിക്കും. കണക്കല്ലേ അതൊക്കെ ഒപ്പിച്ചോളാന്നായിരിക്കും. അല്ല തരാന്ന്. എന്താ ചേച്ചി ഇത്രയും വലിയ ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി ഏൽപ്പിച്ചിട്ട് പോകുമ്പോ ഇത് എത്ര 9,000 അല്ലേ? 10,000. ശരി ചേച്ചി നോക്കണേ. ഓ പിന്നെ നോക്കിക്കോളാം. തിരിച്ചു വരുമ്പോ ഈ വീട് ഇങ്ങനെ തന്നെ ഉണ്ടാവണേ. പിന്നെ എന്താ ചേച്ചി നമ്മളെ വീടല്ലേ, നമ്മൾ നോക്കാതിരിക്കോ? പിന്നെ കയ്യിൽ കാശുണ്ടെന്നും പറഞ്ഞ ആ മെറിലേയും വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോയാ ഞാനാ? എന്റെ സ്വഭാവം നീ അറിയും. മര്യാദക്ക് വീട് പോയിക്കോളാം. പിന്നെ ഈ പൈസ നോക്കിയും കണ്ടും ചെലവാക്കിക്കോളാം. കണ്ടോ സർവ്വ സാധനവും തീർന്നു. എല്ലാം തീരുന്നത് വരെ നോക്കി നിന്നോണം. തീർന്ന് പോയി മേടിക്കണ്ടേ, അല്ലെങ്കിൽ പറയണ്ടേ? വേണ്ടേ മഞ്ഞപ്പൊടി തീർന്നു. കണ്ടോ പഞ്ചസാര ആണ്ട് ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും വന്നാൽ 1 ഗ്ലാസ് വെള്ളം കൊടുക്കണ്ടേ? ഉണ്ടമ്മ, എന്ത് കാര്യം? സർവ്വ സാധനവും തീർന്നു. എല്ലാം പോയി മേടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. നമുക്ക് പോയി മേടിക്കാം. ആമാ ഞാൻ പോയി വാങ്ങറേനേ. ചേച്ചി അത് ലിസ്റ്റ് ഉണ്ടാക്കട്ടെ, എന്നിട്ട് ചേച്ചി എന്നെ പോയി മേടിച്ചാ മതി. ഓ എന്റെ ദൈവമേ, കടയിലോട്ട് പോണോന്ന് പറയുമ്പോ ഇത്രയും ഉത്സാഹം കാണിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഈ ചിരിയാണ് മെയിൻ. ഹലോ. എന്താ സിനിമയ്ക്ക് പോയില്ലേ? അതൊക്കെ വിട്. എന്താണ് മുണ്ടുഷത്തൊക്കെ ആയിട്ട് ലച്ചു ചേച്ചി തിരിച്ചു വരുന്നിടം വരെ ഈ വീട്ടിന്റെ ഗൃഹനാഥൻ ഈ ഞാനാണ്. അതിന് ഞാൻ ഈ മുണ്ട് ഉടുക്കണം എന്നുണ്ടോ? ഉണ്ട്. മുണ്ടൊക്കെ ഉടുത്ത് കഴുകാൻ എന്നോട് പറയല്ലേ. ആന്ന് ഞാൻ പറയാനല്ലേ ഇങ്ങോട്ട് വന്നേ. ഉമ്മ അനാൻറ്റി വേറെമായി ഈ വീട്ടില് ഈ മാസത്തെ കാര്യങ്ങൾ നോക്കണത് ഈ ഞാൻ. ഈ കാര്യങ്ങൾ നോക്കുമെന്ന് പറയുമ്പോ ഈ വീട്ടിലുള്ള എല്ലാ ചെലവുകളും ഈ മാസത്തെ നോക്കുന്നത് ഈ ഞാനാണ് എന്ന്. എന്താ ചിരിക്കണ അമ്മൂമ്മ? ചിരിക്കണോ? അപ്പൊ സാധനം ഒന്നും വേണ്ടല്ലേ? സാധനം മേടിക്കാൻ ഗൃഹനാഥന്റെ എവിടെ നിന്നാണ് പൈസ? എന്തോ
ഗൃഹനാഥന്റെ എവിടെ നിന്നാണ് പൈസയെന്ന്. പൈസയോ? ലച്ചു ചേച്ചി എൻ്റെ അടുത്ത് ഗൃഹനാഥ സ്ഥാനം ഏൽപ്പിച്ചിട്ട് പോയപ്പോ കുറച്ച് പൈസയും തന്നിട്ടാണ് പോയത്. അത് പറ. ആ പൈസ ഞാൻ നേരെ എടുത്തങ്ങ് തട്ടൂല കേട്ടാ. എന്ത് അവിടെ അട്ടഹാസവും ബഹളമൊക്കെ? നീ പഠിക്കലായിരുന്നു എഴുതാൻ തുടങ്ങിയ? ഇനി പോലെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെലവ് നോക്കുന്നതും ഗൃഹനാഥൻ കേശുവാണ്. ഗൃഹനാഥൻ കേശു? ഈ ചെലവ് നോക്കാനായിട്ട് ഗൃഹനാഥൻ കേശുടെ കയ്യിൽ എവിടെ നിന്നാണ് പൈസ? പൈസ ലച്ചു കൊടുത്തിട്ട് പോയി. അതിന്റെ ഷോയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അതെ, എനിക്കിവിടെ നിന്ന് ചുമ്മാ ഇങ്ങനെ ചപ്പളം തുടച്ചുകൊണ്ടിരിക്കാൻ സമയമൊന്നുമില്ല. ഗൃഹനാഥനാണ് ഒരുപാട് ടെൻഷൻ തലയിൽ കൂടെ കയറി ഇറങ്ങി പോണ ടീമാണ്. ലിസ്റ്റഡേ ഡേയ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി മേടിച്ചോളാം സാധനങ്ങൾ. അത് പറ്റില്ല. ഞാൻ പോയി സാധനങ്ങൾ മേടിച്ചോണ്ട് വരും, നിങ്ങൾ എനിക്ക് ലിസ്റ്റ് തന്നു വിടും. മാത്രമല്ല ഈ വീട്ടിലുള്ള ഇനി പോലുള്ള ഫുൾ പ്ലാനുകൾ എനിക്ക് വേണം, പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തിൽ. അതെ, രാവിലെ എന്താണ്, ഉച്ചയ്ക്ക് എന്താണ്, വൈകിട്ട് എന്താണ്, ഇതെല്ലാം എന്നോട് പറയണം. എന്നിട്ട് ഞാൻ അപ്രൂവ് ചെയ്താൽ മാത്രമേ ഈ വീട്ടിൽ ആ ഫുഡ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ അനാവശ്യമായിട്ടൊരു പൈസ ഞാൻ ചെലവാക്കൂല. ഓഹോ, അപ്പൊ ചേട്ടന് ആവശ്യം അനാവശ്യം എന്താണെന്ന് അറിയോ? അറിയാം. ഇപ്പം ഈ വീട്ടില് അമ്മായി ആവശ്യമില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. കേശേ, നീ ഇപ്പൊ ഈ കാണിച്ചോണ്ടിരിക്കുന്ന ആവശ്യം എനിക്കറിയാം. നീ ഇപ്പൊ ഇവിടുന്ന് പോകുന്നത് എന്റെ ആവശ്യമാണെന്ന് എനിക്കറിയാം. എനിക്ക് ബിസ്ക്കറ്റും കേക്കും വേണം. ആലോചിക്കാം. ലിസ്റ്റ് ചെയ്തേ. ഓ വാങ്ങട്ടെ, ഗൃഹനാഥൻ കൊടുക്കുന്നല്ല. സമയമില്ല, പെട്ടെന്നോട്ട്. അമ്മൂമ്മ എന്തൊക്കെ വേണം? വേണ്ട. അല്ലോ, ഒരു കാര്യം ചെയ്യാം, അവൻ തന്നെ എഴുതട്ടെ. പറ. ഞാൻ പറയാം. അരി 25 കിലോ. അരി 25 കിലോ. 25 കിലോയാ? അരി 15 കിലോ. 15 കിലോ അരി കൊണ്ട് ഇവിടെ എന്തോ ചെയ്യാനാ? 15 കിലോ അരി കൊണ്ട് തിന്നാ മതി. പിന്നെ അരിക്കൊക്കെ എന്തൊരു വില എന്നറിയോ? ചോറ് കുറച്ച് കൊടുത്താൽ മതി. 3 നേരം വിശക്കുന്നു പറഞ്ഞപ്പോഴേ എന്തോ എടുത്ത് വെച്ച് തരണ്ടേ? ഈ മാസം കുറച്ചൊക്കെ കഴിച്ചാ മതി എല്ലാരും, കേട്ടാ? അതെ, കേശു പട്ടിണി. എനിക്കുള്ളത് കറക്റ്റ് ഇവിടെ എത്തണം. അടുത്തത് പറ അമ്മൂമ്മ. അമ്മൂമ്മ ഈ വില കൂടിയ സാധനമൊക്കെ കുറയ്ക്കുക, വില കുറഞ്ഞ സാധനമൊക്കെ കൂട്ടുക. എന്നാ ഒരു കാര്യം ചെയ്യ്, ഉപ്പ് 2 ചാക്ക് എഴുതിക്കോ. ഉപ്പ് 2 ചാക്ക്. വിലക്കറവാണല്ലോ. പിന്നെ ഉപ്പ് വാരി തിന്നാൻ. അല്ല, പുഴുങ്ങി തിന്നാടോ. അമ്മൂമ്മ ചുമ്മാ തമാശ കളിക്കില്ലേ, കേട്ടല്ല? പറഞ്ഞങ്ങോട്ട്. വെളിച്ചെണ്ണ 4 കിലോ. വെളിച്ചെണ്ണ 4 കിലോ വെളിച്ചെണ്ണേ? 4 കിലോ വെളിച്ചെണ്ണ. നീ കേട്ടിട്ടില്ല? കൂടെ ഇങ്ങോട്ട് ഒന്ന് വറക്കണം പൊരിക്കണം എന്ന് പറയുമ്പോഴേ എവിടുന്ന് എടുത്ത് വെച്ചാ വറക്കുകയും പൊരിക്കുകയും ചെയ്യുന്നേ? വെളിച്ചെണ്ണക്കൊക്കെ എന്നാ വില? എന്നാ വിലയായാലും അത്രയും വേണം. എന്താ വില കേശു? എന്നാ വിലയാ? കടുത്ത വിലയാണ്, ഭയങ്കര വിലയാണ് വെളിച്ചെണ്ണക്ക്. ഇപ്പം വെളിച്ചെണ്ണക്ക് വില കൂടിയെന്ന് പിന്നെ ന്യൂസ് വന്നായിരുന്നു. കേക്കും ബിസ്ക്കറ്റും 2 ചാക്ക് വേണം. നീ എന്റെ വായിന് ഇപ്പൊ കേക്കും കേട്ടോ. ഞാൻ പറയണില്ല, ഞാൻ ഈ വീട്ടില് കരിച്ചാൻ പൊരിച്ചൊന്നും ഉണ്ടാക്കണ്ട ഈ മാസത്തേന്. വെളിച്ചെണ്ണേ എണ്ണ തേച്ച് കുളിക്കാൻ വേണോ? കുളിക്കണ്ട ഈ മാസത്തേന്. നിന്റെ കാര്യം അല്ല പറഞ്ഞ, ഞങ്ങളുടെ കാര്യമാണ്. നീ കുളിക്കണം. അടുത്ത് നിക്കാൻ പറ്റില്ല, നീ മാറിയില്ലേ? ഒറ്റ ചവിട്ടി ഗൃഹനാഥൻ നോക്കത്തില്ല. ഗൃഹനാഥൻ അടുത്ത സാധനം പറഞ്ഞ അങ്ങോട്ട്. ഉഴുന്ന് 2.5 കിലോ. 2.5 കിലോ ഉഴുന്നോ? കളിക്കണം അമ്മൂമ്മ. ഉഴുന്ന് 1 കിലോ. എടാ, 1 കിലോ ഉഴുന്ന് കൊണ്ട് എന്താ ചെയ്യാനാ? അങ്ങനെയെങ്കിലും ദോശ ഇഡ്ഡലി ഒന്ന് കുറ. അടുത്തത് ചെറുപയർ 4 കിലോ. ചെറുപയർ 4 കിലോ. 4 കിലോ ചെറുപയർ. 4 കിലോ ചെറുപയറിനോട് എന്തറിയാൻ പോണ്? പാറമട്ട നിറച്ചിടാൻ പോണാ? എടാ, ചെറുപയർ എന്തോ ചെയ്യുന്നത് നീ കണ്ടിട്ടില്ലേ ഇവിടെ? ഞാൻ അമ്മൂമ്മ പറയണ്ട. അതെ, നിങ്ങള് ലിസ്റ്റ് പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ എന്റെ ഒരു നിഗമനത്തിന് ഞാനങ്ങ് മേടിച്ചോളാം. എനിക്കറിയാം ഈ വീട്ടിൽ എന്തൊക്കെയാ വേണ്ടതെന്ന്. എന്നാ പിന്നെ മക്കള് പോയി മേടിച്ചോണ്ട് വാ. എനിക്കറിയാം ഈ വീട്ടിൽ എന്തൊക്കെയാ സാധനം വേണ്ടത്. പപ്പടം വാങ്ങിക്കണേ. പട്ടിയുടെ പടമുള്ള ബിസ്ക്കറ്റ്. പട്ടിയുടെ പടമുള്ള ബിസ്ക്കറ്റ്. ഇവിടെ അരിയുടെ അളവ് ഞാൻ കുറച്ച്. ഇവിടെ പട്ടിയുടെ പടമുള്ള ബിസ്ക്കറ്റ് മാറേ. പച്ചക്കറി എടുത്തോളൂ. എന്തിനാ കിടന്ന് ഇങ്ങനെ വിളിച്ചു പോകുന്ന? പതുക്കെ വിളിച്ചാ പോരെ? എല്ലാം മേടിച്ചോ? പിന്നെ 1 മാസത്തിനുള്ള ഫുൾ സാധനങ്ങളെ. എന്നടാ ഇത് നിറയെ കായ്കറി ഇരിക്കേ? 1 മാസത്തിനുള്ള കായ്കറി വേണ്ടേ? നീ 1 മാസത്തേക്കിനുള്ള പച്ചക്കറി ഒന്നിച്ച് മേടിച്ചോളൂന്നോ? പിന്നല്ലാതെ
അമ്മൂമ്മ ഞാൻ ആ പച്ചക്കറി കടയിലെ സാധനം മൊത്തം തൂത്തുവാരി മേടിച്ചില്ലേ. ഇനി അങ്ങേർക്ക് കച്ചവടം ചെയ്യണമെങ്കിൽ നാളെ അടുത്ത ലോഡ് ഇറക്കണം. എടാ ഇതെല്ലാം കൂടെ നമ്മൾ എവിടെ കൊണ്ടുവന്ന് വെക്കും? ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണം. ഫ്രിഡ്ജിൽ കൊണ്ട് വെക്ക്. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു കുപ്പി വെള്ളം വെക്കാൻ പോലും സ്ഥലമില്ല. അപ്പൊ നമ്മൾ ഈ പച്ചക്കറിയെല്ലാം എന്ത് ചെയ്യും? എടാ നീ നോക്കി തക്കാളിക്ക എല്ലാം കൂടെ എന്തിനാ മേടിച്ചേ? തക്കാളിക്ക് വിലക്കുറവായിരുന്നു, 5 കിലോ 100. 5 കിലോവാ? ആമാ. പച്ചക്കറി ചന്തി. പച്ചക്കറി ചന്തി പിന്നെ 1 മാസത്തിന് പച്ചക്കറി വേണ്ടേ? നീയൊക്കെ പിന്നെ ഫുഡ് വേണം എന്ന് പറയുമ്പോ എന്തുണ്ടാക്കി തരും നമ്മുടെ അമ്മൂമ്മ? നന്നായി. എന്തിനാണ് 1 മാസത്തേക്ക് പച്ചക്കറി മേടിച്ച്? അമ്മ ഈ സംഭവം തരുന്ന വെച്ചാൽ അമ്മൂമ്മയും കാര്യം മനസ്സിലായില്ലേ. ഞാൻ ആ കടക്കാരൻ്റെ അടുത്ത് ചോദിച്ച് ചേട്ടാ പച്ചക്കറിക്ക് ഈ അടുത്ത് വരെ വില കുറയുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞ് ഓണം വരാൻ പോകണല്ലോ, അപ്പൊ പച്ചക്കറിക്ക് ഇനിയും വില കൂടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇപ്പോഴേ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് നോക്കാന്ന് ഞാൻ വിചാരിച്ചു. എന്ത് പറയണേ? ബ്രില്യന്റ്. 1 മാസത്തേക്ക് ഇനി ഒന്നും മേടിക്കണ്ടല്ലേ? ചേട്ടാ 1 മാസത്തേക്കുള്ള പാല് വാങ്ങിച്ചായിരുന്നു. ഇല്ലടി, പശുവിന് പറഞ്ഞിട്ടുണ്ട് പശു വരും. അതിനെ ആര് കറക്കും? മിഷീൻ പറഞ്ഞിട്ടുണ്ട് മിഷീനും വരും. അല്ല കേശു, ഇത്രയൊക്കെ സാധനം വാങ്ങിച്ച സ്ഥിതിക്ക് പൈസ വല്ലതും ബാലൻസ് ഉണ്ടോ? ആ കണക്കൊക്കെ ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ട സ്ഥലത്ത് ഞാൻ ബോധിപ്പിച്ചോളാം. ഓ ബോധിപ്പിച്ചാ മതി. അതെ അതെ, ഈ സാധനമൊക്കെ എടുത്ത് അകത്തോണ്ട് വെക്കുന്നു, പെട്ടെന്ന് ആവട്ടെ. ആര് കൊണ്ടുവെക്കും? ഞാൻ തന്നെ വെക്കാം. അയ്യോ, ഗൃഹനാഥന്റെ ശ്രദ്ധയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടായിരുന്നേ. എന്താണ്? ഇതൊക്കെ ഈ മാസത്തെ ബില്ലാണ്, ഒന്ന് വരവ് വെക്കണം. എന്നാ പിടിച്ചോ, വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, പിന്നെ പത്രത്തിന്റെയും പാലിന്റെയും ബില്ല് അകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് തീരാറായപ്പോ അത് ബുക്ക് ചെയ്യണം. പിന്നെ നീ പശുവിനെ വാങ്ങാൻ പ്ലാൻ ചെയ്ത സ്ഥിതിക്ക് ഈ അടുത്ത മാസം ഒരു പാലിന്റെ ബില്ല് വേണ്ടല്ലോ. എന്തോ പിന്നെ ശിവ, പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിന്റെ ബില്ല്, ഹരിതകർമ്മസേനയുടെ ബില്ലുണ്ട്, അതും തരാം. നമുക്ക് പ്ലാസ്റ്റിക് വിട്ട് കത്തിക്കാൻ പറ്റുമോ? പോലീസ് പിടിക്കത്തില്ലയോ? അത് മാത്രമല്ല പൊല്യൂഷൻ അല്ലേടാ. ശരിടേ, ശരി, അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാം. വിവരാത്ത ഗൃഹനാഥൻ. ആ പിന്നെ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. എൻ്റെ സ്ഥാനാരോഹണത്തിന്റെ ഭാഗമായി എല്ലാവർക്കും ചിക്കൻ ബിരിയാണി മേടിച്ചിട്ടുണ്ട്. യേശുവേ, അപ്പൊ ഞാൻ എന്താ കഴിക്കും? അമ്മൂമ്മയ്ക്ക് വെച്ച് മേടിച്ചിട്ടുണ്ട്. ആ പിന്നെ അതുകൊണ്ട് തന്നെ ഈ മാസം ഇനി വീട്ടിൽ ചിക്കൻ മേടിക്കുന്നതല്ല. ഹലോ, ഈ മീൻ വാങ്ങാമോ? അയ്യോ, മീൻ വാങ്ങാൻ പറ്റില്ല. ഗൃഹനാഥൻ പറഞ്ഞിട്ടുണ്ട് 1 മാസത്തേക്ക് വറുക്കാൻ പാടില്ലാന്നേ. വേണ്ട കേട്ടാ, വറക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മീൻ കറി വെക്കാം, മീനൊക്കെ മേടിക്കും. ആരും സഹായിച്ചില്ല കേട്ടോ. വേണ്ട അമ്മ, ഗൃഹനാഥനെ എടുക്കട്ടെ. ശിവ, ഈ മാസമേ ഞാൻ നിനക്ക് തരാൻ ഉദ്ദേശിച്ചിരുന്ന അലവൻസ് സംഖ്യ ഞാൻ കട്ട് ചെയ്യും. പിന്നെ ഇളവ് തന്നു മറക്കുന്ന പോലെ പോടേ. ഒന്നേ, ഗൃഹനാഥൻ വക വീടിന് കേടുപാട് 1 വയസ്സ്. പൊട്ടിയോ? ഇല്ല. നട അപ്പോ സാധനം മേടിച്ചെല്ലാം കൂടെ മാത്രം 6500. ഓക്കെ, 6500. ബാക്കി ഗ്യാസ് 860 കറണ്ട് ബില്ല് 3250 പേപ്പർ 300, പാല് 1200. 12,000? യോ, ഇനി ഇതുണ്ടല്ലോ. ഇതിപ്പോ എല്ലാം കൂടെ അങ്ങനെ ശരിയാവും. 2000 കറണ്ട് ബില്ല്. കറണ്ട് ബില്ല് അങ്ങ് ക്യാൻസൽ ചെയ്ത പരിപാടി കഴിയുമല്ലേ? അതോ ഇനി ഗ്യാസ് ക്യാൻസൽ ചെയ്യണം? ഏതായാലും ഒന്നേ അടയ്ക്കാൻ പറ്റുമോ? ഗ്രഹനാഥൻ കേശോട്ടാ. നീ എന്ത് വിളിച്ച? ഗ്രഹനാഥൻ കേശോട്ടാന്ന്. എന്ത് മക്കളെ? എന്റെ സ്കൂളിലെ കലോത്സവം ഉണ്ട്. കലോത്സവം? ആ ഇനി എനിക്ക് ഡാൻസ് പഠിക്കണം. മക്കളെ ഡാൻസ് പഠിക്കാൻ പോണോ? നീ ധൈര്യമായിട്ട് പോയി പഠി മക്കളെ. മക്കളെ കാര്യം അറിയും, നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും എന്തെങ്കിലും ഒരു രീതിയിൽ കലയായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഒരു കലാകഴിവ് നമുക്കുണ്ട്. അതുകൊണ്ട് മക്കള് പോയി ഡാൻസ് ഒക്കെ പഠിച്ച് സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയി ഒരു കലാ തിലകമൊക്കെ ആവണം കേട്ടാ. അതിന് ഫീസ് കൊടുക്കണം.
ഫീസ് കൊടുക്കണം. നീ എന്തിനു സ്കൂളിൽ പോണേ? പഠിക്കാനല്ലേ? പഠിച്ചാൽ മാത്രം മതി. അല്ലാതെ ഡാൻസും പാട്ടും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചേർന്നതല്ല. അങ്ങോട്ട് മാറലി. ഇപ്പൊ നിനക്ക് ഡാൻസ് പഠിക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ അമ്മായിയോ ശിവാനിയോ പഠിപ്പിച്ചു കേട്ടാ. പഠിപ്പിച്ചാൽ കൊടുത്തേച്ചാൽ മതി. തരാടി, നിനക്ക് ഫീസ് തരാ. ഞാനും വാങ്ങും. അതെ, 10 പൈസ എക്സ്ട്രാ ഇവിടെ ചെലവാക്കില്ല. അനാവശ്യമായിട്ടുള്ള ഒരു ചെലവുകളും ഞാൻ സമ്മതിക്കുന്നു കേട്ടല്ലോ, പ്രത്യേകിച്ച് ഈ മാസം. ഉള്ള കണക്ക് തന്നെ ഇപ്പൊ എല്ലാം കൂടി ഇതിപ്പോ എങ്ങനെ? അമ്മായി, എന്തോ ഒരു ചെറിയ ഡൗട്ട്. കറണ്ട് ആണോ അതോ ഗ്യാസ് ആണോ ഏറ്റവും കൂടുതൽ ആവശ്യം? കറണ്ട് വേണോ അതോ ഗ്യാസ് വേണോ? എന്താടേ വേണ്ടാത്തത് നീ കട്ട് ചെയ്യൂ. മിക്കവാറും ഒന്ന് കട്ട് ചെയ്യേണ്ടി വരും. ഈ രണ്ടിലെ ഏതാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതെന്ന് പറ. ഗൃഹനാഥ അങ്ങ് തീരുമാനിച്ചോ? വല്ലാത്ത കഷ്ടമല്ലേ ഇത്. ഒരു 3250 രൂപ കട്ട് ചെയ്യല്ലേ? കറണ്ട് പോകാൻ കട്ട് ചെയ്യല്ലേ? കേസോ ജ്യൂസ്. ജ്യൂസാ? തണ്ണിമത്തം ഞാൻ മേടിച്ചിട്ടില്ല. എന്താണ് ആന്റി അവന് മാത്രം ഒരു ജ്യൂസ്? இது வந்து அவனுக்கு மட்டுமான ஜூஸ். அம்மா கொடுக்க சொன்னாங்க. അല്ല കനാൻ്റെ ഇത് വേണ്ടായിരുന്നു കേട്ടാ. പിന്നെ ഈ ശീലം അത്ര നല്ലതല്ല. പറഞ്ഞ എനിക്ക് മാത്രം ജ്യൂസ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ സങ്കടമാവില്ലേ? അവർക്കൂടെ കൊടുക്കണം കേട്ടാ ജ്യൂസൊക്കെ. അവർക്കുള്ള ജ്യൂസ് ഞാൻ കൊടുത്തോളാം. ഇത് മോൻ കുടിച്ചോ? ഇത്ര അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നാ? പറയണ്ടേ അമ്മമാര്? കുടിക്ക്. തലവഴി ഒഴിക്കും. കുടിക്കടാ, കുടിച്ചേ, കുടിക്ക് 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 കുടിക്കടാ, കുടിക്ക്. അമ്മൂമ്മ എന്ത് ജ്യൂസാണത്? തക്കാളി ജ്യൂസ്. എന്നിട്ടെന്താ അവന്റെ മുഖം ഇങ്ങനെ ഇരിക്കണ്? ഗൃഹനാഥം മേടിച്ചോണ്ടെന്ന തക്കാളിയെ മുഴുക്ക ചീഞ്ഞതായിരുന്നു. നാളത്തേക്കിന് വെച്ചിരുന്നാലേ ജ്യൂസ് അടിക്കാൻ പോലും കൊള്ളത്തില്ല. ചീഞ്ഞ തക്കാളിയാണ് അപ്പൊ എന്നെ കൊണ്ട് ഇപ്പൊ കുടിപ്പിച്ചേ. പിന്നെ നീ ചീഞ്ഞ തക്കാളി എന്തിനാ മേടിച്ചോണ്ട് വന്നേ? അത് പിന്നെ ഞാൻ ആർക്ക് കൊടുക്കണം? എന്നാലും എനിക്ക് ജ്യൂസ് അടിച്ചു തരണം. അതൊക്കെ കുടിക്കട എടുക്കങ്ങോട്ട്. എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും ഗൃഹനാഥ? അമ്മൂമ്മ അത്രയും ചീഞ്ഞത് അവനെ കൊണ്ട് കുടിപ്പിക്കണ്ടായിരുന്നു. അത്രയ്ക്ക് ചീഞ്ഞതൊന്നും അല്ല, വലിയ പ്രശ്നമൊന്നുമില്ല. നാളത്തേക്കിന് വെച്ചിരുന്നാലേ കൊള്ളത്തില്ല, അതുകൊണ്ടാ. ചേച്ചി ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിലെ പൈസയൊക്കെ തീർന്നെന്ന്. പിന്നെ ചേച്ചി നേരത്തെ ടക്കനെ ഫോൺ കട്ട് ചെയ്ത് എന്തൊരു? ചേച്ചി ഒന്നെങ്കിൽ ഗ്യാസിന്റെ ബില്ലടയ്ക്കാം, അല്ലെങ്കിൽ കറണ്ട് ബില്ലടയ്ക്കാം. അതിനുള്ള ഫണ്ടേ ഉള്ളൂ. രണ്ടും കൂടെ അടയ്ക്കണമെങ്കിൽ ചേച്ചി ഈ ഫണ്ട് തരണ്ടേ? അധികമൊന്നും വേണ്ട, ഒരു 5000 രൂപ ഇട്ടാൽ മതി. ചേച്ചി ചേച്ചി അങ്ങനെ പറഞ്ഞ് വെക്കല്ലേ ചേച്ചി. ഹലോ ഹലോ ഹലോ. ഗ്യാസിന്റെ ബില്ല് അടച്ചായിരുന്നോ? ഇല്ല, അടയ്ക്കാം. അത് പിന്നെ അടയ്ക്കാതിരുന്ന എങ്ങനെയാ? 2 ദിവസത്തിനുള്ളിൽ കട്ട് ചെയ്യും. അമ്മൂമ്മ അടയ്ക്കാന്ന്. ഒന്നെങ്കിൽ ഗ്യാസിന്റെ ബില്ല് അടയ്ക്കാം, അല്ലെങ്കിൽ കറണ്ട് ബില്ല് അടയ്ക്കാം. 2 ദിവസം ഒന്നേ അടക്കുള്ളൂ. എന്നോടാ കേസു ഇപ്പടി ഒരു പേച്ച്? കാശില്ല കൊണ്ട് തന്നെ ഞാൻ ആരോഗ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഇടക്കിടയ്ക്ക് വന്നിട്ട് അതടച്ചോ ഇതടച്ചോ മറ്റേ അടച്ചോ മറിച്ച് അടച്ചോ എന്ന് ചോദിച്ചോണ്ടിരുന്ന ഞാൻ ആ പട 10,000 ഉലുവ തന്നിട്ടുണ്ട്. എന്നിട്ട് രാജ്യത്തെ കാര്യം മൊത്തം നോക്കും. എടാ നീ എന്തോ പറഞ്ഞ 10,000 ഉലുവായോ? നീ പറയുന്ന ഈ 10,000 ഉലുവ വെച്ചും ഈ വീട്ടിൽ ചെലവ് നടത്തിയിട്ടുണ്ട്. 10,000 രൂപ വെച്ച്? അത് പണ്ടല്ലേ? പണ്ടല്ല, ഇപ്പോഴും നടത്താറുണ്ട്. അയ്യോ ഇതെന്ത് പറ്റി? മകളെന്തിനാ? അടുത്തേക്ക് വരല് വൈറൽ ഫീവർ ആണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ചൂടുണ്ടോ? തൊടാൻ പാടില്ല. വൈറൽ ഫീവർ. ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോകാം. ഒരു മിനിറ്റ്, ഞാൻ ഓട്ടോ വിളിക്കുന്നു. പൈസ ഇല്ലേ? അമ്മയുടെ പൈസ ഇല്ലേ? പൈസ തരണം ഗൃഹനാഥ, പൈസ തരണം. തൂങ്ങണോ? പൈസ അല്ല, പൈസ എന്റെ ഇല്ല. ചേച്ചി എന്താ പൈസ എന്തേ? തീർന്നു പോയാ? ഒറ്റ ദിവസം കൊണ്ട് പൈസ തീർന്നാ? ഒറ്റ ദിവസോ? 3 മണിക്കൂറായിട്ടില്ല തികച്ച്. അതിനുള്ള പൈസ തീർത്താ? തീർന്നുപോയി. എടാ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, പൊള്ളണ പനിയുണ്ട്. അയ്യോ അമ്മൂമ്മ പൈസ. എടാ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല. എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ നീ അല്ലേ മേടിച്ചോണ്ട് പോകുന്നത്? 100, 200, 500 ഒക്കെ ആയിട്ട് മേടിച്ചോണ്ട് പോകും. ഇല്ലെന്ന് പറഞ്ഞാലോ നീ എന്നെ വല്ലതൊക്കെ പറഞ്ഞിട്ടല്ലേ പോകുന്നത്? ഇങ്ങനെ കൂട്ടി വെക്കുന്ന പൈസയാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഞാൻ എടുത്ത് തരുന്നത്. അയ്യോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം.
എന്താ ഗൃഹനാഥ പേടിച്ചു പോയോ? അപ്പോ എല്ലാരും കൂടി എനിക്കിട്ട് വെച്ചാണല്ലേ? അല്ല നിനക്കിട്ട് വെച്ചതല്ല, നിന്റെ അഹങ്കാരത്തിനിട്ട് വെച്ചതാ. ലച്ചു ഞങ്ങളെ വിളിച്ചു പറഞ്ഞായിരുന്നു അവള് തന്ന പൈസ ഫുള്ള് മോൻ തീർത്തെന്ന്. ലച്ചു പറഞ്ഞ് നീ വീണ്ടും വിളിച്ച് അവളത്തെ കാശ് ചോദിച്ചെന്ന്. വീട്ടുകാര്യം നടക്കണ്ടേ? മോനെ കേശു, ഓ, വീട്ടു ചെലവ് നടത്തുന്നതൊക്കെ നല്ലതാ, പക്ഷെ അതെങ്ങനെ നടത്തണമെന്നുള്ള ഒരു ബോധം വേണം. നീയേ ഇച്ചിരി മുമ്പേ പറഞ്ഞായിരുന്നല്ലോ കാശ് നോക്കിയും കണ്ടും ഒക്കെ ചെലവാക്കണമെന്ന്. ആ അവന് ആവശ്യം ഏത് അനാവശ്യം ഏതെന്നുള്ള നല്ല ബോധം ഉണ്ടല്ലോ അല്ലേടാ? നീ ആവശ്യം അനാവശ്യം നോക്കിയായിരുന്നു ഇവിടെ ചെലവാക്കിയത്. നീ ഇവിടെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് വന്നു. അതിനകത്ത് ഈ ആവശ്യമുള്ളത് മേടിച്ചതുമില്ല, ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ മേടിക്കുകയും ചെയ്തു. മോനെ മക്കളെ, ഒരു വീട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാൽ മതി. അത് നടത്തിക്കൊണ്ട് പോകുന്നവർക്കേ അറിയത്തുള്ളൂ അതിന്റെ ബുദ്ധിമുട്ട് എന്തുവാന്ന്. അപ്പം കറണ്ടിന്റെ കാര്യം എങ്ങനെയാ കേശുവേ? ഗൃഹനാഥൻ കേശു. ആ ഗൃഹനാഥൻ കേശുവേ. കറണ്ട് ബില്ല? കറണ്ട് ബില്ലല്ലേ? എന്തായാലും ഒരു മാസത്തെ കേസല്ലേ? കറണ്ടില്ല ജീവിച്ചൂടെ? എങ്ങനെ എങ്ങനെ? കറണ്ടും വേണ്ട ഗ്യാസും വേണ്ട, ജീവിച്ചൂടെ? മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.